17-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് രാജാവ് ഈ സങ്കീർത്തനം ഒരുപക്ഷെ രാത്രിയിൽ ചമച്ചതാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. അങ്ങനെ താൻ ഈ ചിന്തകളെല്ലാം പങ്കുവെച്ചതിന് ശേഷമായി പറയുകയാണ്: ഞാൻ കാലത്ത് ഉണരുന്നതായ സമയത്ത് കർത്താവെ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. എന്നെ ഏറെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, രാവിലെ ഉണരുന്നതായ സമയത്ത് കർത്താവിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുവാൻ ആഗ്രഹിച്ച ആ ദാവീദിനെ സംബന്ധിച്ചാണ്. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് തൃപ്തരാകണമെങ്കിൽ നാം കർത്താവിൻ്റെ രൂപം കാണണം എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കാലത്ത് ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സ് വാസ്തവത്തിൽ ശുദ്ധമായ ഒരു മനസ്സാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ശാന്തമായി നാം വിശ്രമിച്ച് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതായ സമയത്ത് ശാന്തമായിരിക്കുന്ന ആ മനസ്സിൽ നാം കാണേണ്ടുന്നതായ ആദ്യത്തെ രൂപം എന്താണ്? കർത്താവിൻ്റെ രൂപമാണ്. ആ കർത്താവിൻ്റെ രൂപം കാണുമ്പോൾ നാം തൃപ്തരാകുന്നു എന്നാണ് ദാവീദ് നമ്മോട് പറയുന്നത്. ആ രൂപം കണ്ട് തൃപ്തരാകുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപം എന്താണ് എന്നുള്ളതിനെപ്പറ്റി നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന രൂപം ചിത്രകാരന്മാരുടെ ഭാവനയിൽ അവർ വരച്ച് കാണിച്ചതായ ചില രൂപങ്ങളാണ്.
താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്ന യേശുവിൻ്റെ രൂപമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് എത്രമാത്രം യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചിത്രകാരന്മാരുടെ ഭാവനയിലുണ്ടായിരിക്കുന്നതായ ചിത്രങ്ങളാണതെല്ലാം. എന്നാൽ ഈ രൂപമാണോ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടുന്നത്? ദാവീദ് പറയുന്നത് പോലെ നാം കാലത്തെ ഉണർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപം എന്താണ്? കേവലം മാനുഷികമായി ചിത്രകാരന്മാർ വരച്ചെടുത്ത ഒരു രൂപമല്ല, പ്രത്യുത ദൈവാത്മാവ് നമ്മുടെ മനസ്സിൽ നൽകുന്ന ആത്മീയമായ ഒരു രൂപമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നാം തൃപ്തരായി തീരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപത്തെ സംബന്ധിച്ച് ദൈവദാസന്മാർ അനേക ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയതായ പാട്ടിൽ നാം രാവിലെ കേട്ടതുപോലെ, കർത്താവേ, നിന്റെ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെ മറ്റൊരു രൂപമില്ല എന്ന് താൻ ആത്മപ്രേരിതനായി പറയുകയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന വരികളിൽ ഒരുപാട് അർത്ഥങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാത്ത ഒരു വ്യക്തിയുടെ രൂപം തൻ്റെ മനസ്സിൽ ദൈവാത്മാവ് നൽകുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാം ഉണർന്നെഴുന്നേറ്റതായ സമയത്ത് നമ്മുടെ മനസ്സിൽ ദൈവാത്മാവ് നൽകിയതായ ആ രൂപം എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുവാൻ, അത് കണ്ട് തൃപ്തരാകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിത്രകാരന്മാരുടെ ഭാവനയിലുണ്ടായിട്ടുള്ളതായ ആ രൂപമല്ല, അതിലുപരിയായി ദൈവാത്മാവ് നമുക്ക് നൽകുന്ന കരുണയുടെ ഒരു മുഖം, സ്നേഹത്തിൻ്റെ ഒരു മുഖം നമ്മുടെ മനസ്സിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുവോ? സുവിശേഷങ്ങളിൽ നാം കാണുന്നത് പോലെ ദൈവാത്മാവ് നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന കരുണയുടെ ഒരു മുഖം പലയിടങ്ങളിൽ നാം കാണുകയാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ കരുണയുടെ ഒരു മുഖം, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത വലിയ കരുതലിൻ്റെയും കരുണയുടെ ഒരു മുഖം, 38 ആണ്ട് രോഗിയായി കിടന്ന് ബെഥേസ്ത കുളക്കരയിലേക്ക് വന്നിട്ട് ആർക്കും വേണ്ടാത്തവനായി, എനിക്കാരുമില്ല എന്ന് പറയത്തക്ക നിലയിൽ ആരോരുമില്ലാതെ കിടന്നിരുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് കടന്നു വന്ന, അവനെ സൗഖ്യമാക്കിയ കരുണയുടെ ഒരു മുഖം കാണുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? 18 ആണ്ട് കൂനിയായിരുന്ന ഒരു സ്ത്രീ, ആ കൂന് നിമിത്തം കഴിഞ്ഞ 18 വർഷങ്ങളായി അവരനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെയാണ്. ആർക്കും അവളെ സൗഖ്യമാക്കുവാൻ സാധ്യമല്ലായിരുന്നു. അങ്ങനെയുള്ളതായ ആ സ്ത്രീയെ അടുക്കെ വിളിച്ചിട്ട് അവരുടെ കൂന് മാറ്റി സൗഖ്യമാക്കിയ കരുണയുടെ ഒരു മുഖം ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിൽ തെളിയുവാൻ ഇടയാകുന്നുണ്ടോ? നയിൻ പട്ടണത്തിലെ വിധവയായ ആ സഹോദരി ഏക മകൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ മാറത്തടിച്ച് നിലവിളിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വലിയ ദുഃഖം കണ്ട് അരികിലേക്ക് ചെന്ന് കരയേണ്ട എന്ന് പറഞ്ഞ കരുണയുടെ ഒരു മുഖം നമ്മുടെ മനസ്സിൽ ഇന്ന് രാവിലെ കാണുവാൻ നമുക്ക് സാധിക്കുമോ? പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് വന്ന ജനക്കൂട്ടത്തിൻ്റെ നേരെ നിന്നുകൊണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവളെ കരുണയോടെ രക്ഷിച്ച് കർത്താവിൻ്റെ മുഖം കാണുവാൻ നമുക്ക് സാധിക്കുമോ? ചുങ്കക്കാരും പാപികളും വെറുക്കപ്പെട്ടവരായിരുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായിയുടെ ഭവനത്തിലേക്ക് ചെന്ന കരുണയുടെ ഒരു മുഖം, ഒരു സ്നേഹത്തിൻ്റെ മുഖം കാണുവാൻ ഇന്ന് രാവിലെ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? ഇന്ന് രാവിലെ അതേ കരുണയോടുകൂടെ നമ്മെ കാണുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ കാണുവാൻ, തൃപ്തരാകുവാൻ നമുക്ക് സാധിക്കുമോ? അവസാനമായി കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ മുഖം നാം അവിടെ കാണുകയാണ്. ആ മുഖത്തെപ്പറ്റി വിവരിക്കുവാൻ ഞാൻ ആളല്ല. അത്രമാത്രം വിരൂപമായിപ്പോയൊരു മുഖമാണ് കാൽവറി ക്രൂശിൽ നാം കാണുന്നത്. 500ഓളം പടയാളികൾ നിരനിരയായി നിന്നിട്ട് ഓരോരുത്തരായി വന്ന് കാർക്കിച്ച് തുപ്പി വികൃതമാക്കിയ ഒരു മുഖം കാൽവറി ക്രൂശിൽ നാം കാണുകയാണ്.
മുഖത്ത് തുപ്പലേൽക്കുന്നത് എത്രമാത്രം നിന്ദ്യമായ ഒരു കാര്യമാണ്. ചരിത്രം പറയുന്നതനുസരിച്ച് 500ഓളം പടയാളികൾ അവൻ്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം നിന്ദ്യമായി തീർന്ന ഒരു മുഖം, നമുക്ക് വേണ്ടി നിന്ദ അനുഭവിച്ച ആ മുഖത്തെ ഒന്ന് കാണുവാൻ ഇന്ന് രാവിലെ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? കാൽവറി ക്രൂശിൽ നാം നോക്കുമ്പോൾ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ഒരു രൂപം, ഒരു മാംസപിണ്ഡം പോലെ ക്രൂശിന്മേൽ ആണി കൊണ്ട് ചേർത്തടിച്ചിരിക്കുന്നതായ ഒരു രൂപത്തെ കാണുവാൻ നമുക്ക് സാധിക്കുമോ? തലയിൽ കോൽ കൊണ്ട് അടിയേറ്റ്, തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ച്, പുറമെല്ലാം ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് തകർത്ത്, ശരീരമെല്ലാം വികൃതമായി തീർന്ന്, വിലാപ്പുറം കുന്തമുനകളാൽ കുത്തിത്തുളച്ച, ശരീരമെല്ലാം വികൃതമായി പോയ ആ രൂപത്തെ ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിലൊന്ന് കാണുവാൻ നമുക്ക് സാധിക്കുമോ? അവിടെ നാം നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു മുഖം നാം കാണുകയാണ്. ആ സ്നേഹത്തിൻ്റെ മുഖം, നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ് ഇതെല്ലാം അനുഭവിച്ചത്. എല്ലാ വേദനയും അനുഭവിക്കുമ്പോഴും എല്ലാ നിന്ദകളും ഏൽക്കുമ്പോഴും ആ സ്നേഹത്തിൻ്റെ മുഖം നമ്മെയാണ് കണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും മുഖം അവിടുന്ന് കണ്ടു. അതുകൊണ്ടാണ് അവിടുന്ന് വായ തുറക്കാതെ ഇരുന്നത്. ഇന്ന് രാവിലെ ആ മുഖത്തെ കാണുവാൻ, ആ രൂപത്തെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ 3-ാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് മഹത്വധാരിയായ കർത്താവായ യേശുക്രിസ്തുവിനെ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ വെച്ച് കാണുമ്പോൾ രൂപമെല്ലാം മാറി. ഇപ്പോൾ താൻ കാണുന്നതായ രൂപം എന്താണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 13 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ താൻ കാണുകയാണ്. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയാണ്. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രം. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. അവനെ കണ്ടിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അത്രമാത്രം ഗൗരവതരമായ ഒരു രൂപം അപ്പോസ്തലനായ യോഹന്നാൻ കാണുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം എന്താണ്? ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പല പാട്ടുകാരും രചിച്ചിട്ടുള്ളതുപോലെ കൂടെ കളിക്കാൻ വരുന്ന ഈശോയല്ല നമ്മുടെ മനസ്സിൽ ഇന്ന് രാവിലെ തെളിയേണ്ടുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ കളിക്കാൻ വരുന്ന ഒരു ഈശോയല്ല വാസ്തവത്തിൽ ദൈവവചനം വരച്ചു കാട്ടുന്നതായ യേശു ക്രിസ്തു. ഇന്ന് രാവിലെ ആ കരുണയുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുവാനിടയാകണം. ആ സ്നേഹത്തിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുവാനിടയാകണം. നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കൈകാലുകൾ വിരിച്ച് നമുക്ക് വേണ്ടി ഉറക്കെ കരഞ്ഞ ആ സ്നേഹത്തിൻ്റെ മുഖം, തുപ്പലിനും നിന്ദയ്ക്കും തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹത്തിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയണം. അതോടൊപ്പം തന്നെ രാജാധിരാജാവായ കർത്താധികർത്താവായ സകലത്തിൻ്റെ ഉടമസ്ഥനായ അധികാരിയായ ആ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ തേജസ്സുള്ള മുഖവും നമ്മുടെ മനസ്സിൽ തെളിയുവാനിടയാകട്ടെ. അങ്ങനെ ഇന്ന് രാവിലെ നാം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ രൂപം കണ്ട് തൃപ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തൃപ്തി നൽകുന്നത് അവിടുത്തെ രൂപം മാത്രമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ കരുണയുടെ മുഖവും അവിടുത്തെ സ്നേഹത്തിൻ്റെ മുഖവും അവിടുത്തെ അധികാരത്തിൻ്റെ മുഖവും കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ സന്തോഷത്തോടെ തൃപ്തിയോടെ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അടുത്ത ദിവസങ്ങളിലും കർത്താവെ, അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് ഉണരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ തൃപ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാവിലെ ഞങ്ങളെ കരുണയോടെ നോക്കുന്ന, ഞങ്ങളെ ദയവോടുകൂടെ നോക്കുന്ന, സ്നേഹത്തോടെ നോക്കുന്ന, അധികാരത്തോടെ നോക്കുന്ന ആ മുഖത്തെ കണ്ടുകൊണ്ട് തൃപ്തരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുന്നു. ഇന്ന് രാവിലെ
ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അവിടുത്തെ രൂപം കണ്ടുകൊണ്ട് തൃപ്തരായി ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.